Good morning, sir. Yes, good morning, Nancy. Good morning, sir. Yes, Vidya, good morning. ഞാൻ തന്നെ വന്നു. അതാണ് സാറേ ഞാൻ അങ്ങനെ ഒരു ഇമോജി. Yes, okay. ബോറടിക്കണ്ട, ഒരാളത്തിന് എല്ലാ ദിവസവും കാണുമ്പോഴേ. അല്ല, സാറിന്റെ ക്ലാസ് നമുക്ക് ബോറടിക്കത്തില്ല. യെസ്, ഓക്കെ. എപ്പോഴും അങ്ങനെയാണല്ലോ, സ്ഥിരമായിട്ട് ഒരാളെ തന്നെ കണ്ടു കഴിയുമ്പോൾ ഒരു ചേഞ്ച്. ആരാ ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാല് നമ്മുടെ അശ്വതി ടീച്ചർക്ക് ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് നിർമ്മിത. കഫക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ ലീവ്. മറ്റേ ടീച്ചർക്ക്, അപർണ ടീച്ചർക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതാണ് പറ്റിയത്. പിന്നെ ആരാ ഉള്ളത് നിങ്ങൾക്ക്? ജിഷ മിസ്സിന് വേറെ ക്ലാസ് ഉണ്ടാവും കാര്യം. യെസ്, അപ്പൊ അവരാകെ ഗ്യാപ്പ് കാണുന്നത് ആരെയാണ്? എന്നെയാണ്. യെസ്, ഓക്കെ. നിർമ്മിത, ഗുഡ് മോർണിംഗ്. വിദ്യ, ആൻസി, ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ വിദ്യ, നമുക്ക് വെയിറ്റ് ചെയ്യണോ? ആരെങ്കിലും വരുമോ? 2 മിനിറ്റ് കൊടുക്കാം അല്ലെ? 31 33 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ബാക്കി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാട്ടിൽ എന്തൊക്കെയുണ്ട് വിദ്യാവിശേഷം? നാട്ടില് ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോ പ്രത്യേകിച്ച് വിശേഷമില്ല. ജിൻസി, ഗുഡ് മോർണിംഗ്. ഉത്സവം കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. എവിടെയാണ് നാട് വിദ്യയുടെ? സർ, ഞാൻ മലപ്പുറത്ത്. യെസ്, ഓക്കെ. അപ്പോ പണ്ടേ ഞാൻ ഇപ്പോൾ മലപ്പുറത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെരുന്നാളിന്റെ സമയം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് ടെസ്റ്റിന് വേണ്ടി മഞ്ചേരിയായിരുന്നു സെക്രട്ടറി കിട്ടിയത്. മഞ്ചേരി. ഞാൻ മഞ്ചേരിയിൽ വന്നു, തലേദിവസം വന്നു. അവിടെ ഒരു മുറിയൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ റോഡിലൊക്കെ നടന്ന് നേരം പഠിപ്പിച്ച് പിന്നെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് ഈ നോയമ്പിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഹോട്ടലുകളൊന്നുമില്ല. അപ്പൊ രാവിലെ ഒന്നും കഴിച്ചില്ല, അങ്ങനെ. അപ്പൊ അതിന്റെ സീരിയസ്നെസ്സും അതൊക്കെ ഞാൻ അന്നാണ് അറിയുന്നത്. ഹോട്ടലുകളുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. യെസ്, അപ്പൊ എപ്പോഴും ഞാൻ മലബാർ മേഖലയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻസിഡന്റ് അതാണ്. യെസ് സർ, നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കടകളൊക്കെ അടവായിരിക്കും. കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഉണ്ടാവില്ല, അതുപോലും അടയ്ക്കുവര്. അല്ലെങ്കിൽ മലപ്പുറത്ത് പറഞ്ഞാൽ ഫുഡ് പറഞ്ഞു വെച്ചാല് മെയിൻ ഏരിയ ആണ്. ഈ നോമ്പ് സമയത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അല്ലാത്ത സമയത്തൊക്കെ എല്ലാ സമയത്തും എല്ലാ കടകളും, അല്ലെങ്കിൽ പിന്നെ റോഡിൽ വക്കത്തൊക്കെ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ കടകൾ ഉണ്ടാവും ഫുഡിന്റെ. ഗുഡ് മോർണിംഗ്. പ്രവീണ രാജ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രയർ ഉണ്ടോ? സർ, പ്രയർ. യെസ്, ഓക്കെ വിദ്യ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday.
താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ പാടിയിട്ടുള്ള പാട്ട് തന്നെയല്ലേ കിട്ടിയത്? അതെ സർ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വേറെ വെരി ഗുഡ്. പാട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. യെസ്, കുഴപ്പമില്ല കുഴപ്പമില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ പാട്ടാണ് കേട്ടോ, ചെറിയ കുട്ടികളെ. ഓക്കെ 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 ഓക്കെ. Then thought of the day. Sir, thought of the day. Every Okay, new yes, day, okay. every new day is another chance to change your life. Yes. Okay, very good, very good, very good. Very good thought. Then signing on, link നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്ററിൽ ഒരു ഭാഗം കൂടി അവശേഷിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം പരിഗണിക്കാം. അപ്പൊ നമ്മള് വെർബിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അതിനകത്ത് ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചേഞ്ച് ഇൻ നെഗറ്റീവ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഈ സാമാറ്, വാസു, വേർ, ഹാസ്, ഹാവ്, കൈഡ് അങ്ങനെയൊക്കെയുള്ള ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞു. ഇനി തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഇല്ലാതെ വരികയും മെയിൻ വെർബ് നോക്കുമ്പോൾ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ ഡിഡ് നോട്ട് ചേർത്ത് എഴുതണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഡിഡ് നോട്ട് ചേർക്കുമ്പോൾ ഡിഡ് നോട്ട് കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കൊണ്ട് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ജസ്റ്റ് ഇത് റിവൈൻഡ് ചെയ്താണ്. ഇനി നമ്മൾ അതിന്റെ ബാക്കിയായിട്ടുള്ള അടുത്തൊരു കാര്യത്തെ കുറിച്ച് പറയാം. യെസ്, ഞാനിപ്പോ ഒരു വാചകം പറയാം. They went to Delhi എന്നാണ്. They went to Delhi. So good morning. Good morning, sir. Yes, good morning. They went to Delhi എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നമ്മൾ മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് നോക്കി കഴിഞ്ഞപ്പോ വെന്റ് ആണ്. ഗോ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. അപ്പോ ഇതിന്റെ ആൻസർ നമ്മൾ എഴുതിയത് they did not go to Delhi എന്നാണ്, അല്ലെ? They did not go to Delhi. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചത്. ഇതേ സെന്റൻസ് ഞാൻ വേറെ എഴുതിയാണ്. പുതിയ സെന്റൻസിലാണ് they go to Delhi എന്നാണ്. They went to Delhi എന്നുള്ളത് മാറ്റി, പകരം എന്തായി? They go to Delhi എന്നായി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് തന്നിരിക്കുന്ന വാചകത്തിൽ they go to Delhi എന്ന് പറയുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് നോക്കി കഴിഞ്ഞപ്പോ ഗോ എന്നുള്ളതാണ് മെയിൻ വെർബ്. അത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്കറിയാം ഡിഡ് നോട്ട് എഴുതാം. പക്ഷെ ഇത് എന്താണ്? ഗോ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർത്ത തെറ്റാണ്. അവിടെ ചേർക്കേണ്ടത് രണ്ടെണ്ണം വരും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണം. ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അപ്പൊ മറക്കണ്ട, ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന വാചകത്തെ നെഗറ്റീവ് ആക്കാൻ പറഞ്ഞ വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് പ്രസന്റ് ടെൻസിലുമാണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് ചേർക്കണം അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കണം. അപ്പൊ നമുക്കൊരു സംശയം ഈ അടുത്തത് വരും. ഡു നോട്ട് ഏതിന്റെ കൂടെയാണ്, ഡസ് നോട്ട് ഏതിന്റെ കൂടെയാണ് എന്ന് നമുക്ക് സംശയം തോന്നും. അതറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഹി, ഷീ ആണെങ്കിൽ സിംഗുലർ ഒരാൾ മാത്രമുള്ളെങ്കിൽ സിംഗുലർ എണ്ണം, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് നോട്ട് ആയിരിക്കും. മറക്കണ്ട, ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ടാണ് ചേർക്കേണ്ടത്. അത് എന്ത് നോക്കിയിട്ടാണ്? സബ്ജക്റ്റ് നോക്കണം. ഹിയോ ഷീയോ സിംഗുലർ, ഒരാൾ ബോയ് ഗേൾ എന്നൊക്കെ പല പറഞ്ഞ വരില്ലേ, അത് സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡസ് നോട്ട് ആയിരിക്കും.
ഇത് ഒഴിച്ചുള്ള ബാക്കി എല്ലാം ഡു നോട്ടാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡു നോട്ടും ഡസ് നോട്ടും ഓർത്ത് വെച്ചാൽ മതി. ഹി ഷീ സിംഗുലർ ഡസ് നോട്ട് ആയിരിക്കും. അതൊഴിച്ചുള്ള ബാക്കി എല്ലാവരും ഡു നോട്ട്. അപ്പൊ ഏതൊക്കെ ഒരു ഡു നോട്ടിന്റെ കൂടെ വി വരും, യു വരും, ദേ വരും, ഐ വരും, പിന്നെ പ്ലൂരൽ. പ്ലൂരൽ എന്ന് പറഞ്ഞാല് മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലുള്ള ബോയ്സ്, ഗേൾസ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ പ്ലേയേഴ്സ്, മോർ ദാൻ വൺ ഉണ്ടെങ്കിലും ഡു നോട്ട് വരും. അപ്പൊ അത് പിടികിട്ടിയല്ല. ഡു നോട്ട് എവിടെയാണ്, ഡസ് നോട്ട് എവിടെയാണ്, അത് പിടികിട്ടിയല്ല. യെസ്. അപ്പൊ നമുക്ക് അപ്പൊ അനുസരിച്ച് പറഞ്ഞു ദേ ഗോ ടു ഡൽഹി എന്നുള്ളതിന്റെ നെഗറ്റീവ് വാചകം എന്തായിരിക്കും? ആ എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയാ സർ പറഞ്ഞത്. എവിടെയാണ് ഡു നോട്ട് ഡസ് നോട്ട് പറഞ്ഞില്ലേ, അതൊന്ന് പറയാമോ സർ? തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആക്കാൻ പറഞ്ഞ് തന്നിരിക്കുന്ന വാചകം, ആ വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബ് നോക്കാം. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. മെയിൻ വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. അപ്പൊ ഡു നോട്ട് ചേർക്കണോ ഡസ് നോട്ട് ചേർക്കണോ എന്നുള്ളത് തന്നിരിക്കുന്ന വാചകത്തിലെ സബ്ജക്റ്റ് അനുസരിച്ചാണ് ചിന്തിക്കേണ്ടത്. തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് അനുസരിച്ച്. അപ്പോ തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് ഹി എന്നോ ഷീ എന്നോ സിംഗുലർ ഒരാളോ ഉള്ളത് എങ്കിൽ അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡസ് നോട്ട് ചെയ്യാം. ഏതൊക്കെയാണ്? ഹി, ഷീ, പിന്നെ സിംഗുലർ ഒരാൾ, ബോയ്, ഗേൾ, മാൻ, വുമൺ. അപ്പൊ ഒരാളല്ലേ ഉള്ളൂ. യെസ്. അപ്പൊ ഒരാളുള്ളെങ്കിൽ സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഡസ് നോട്ട് ചേർക്കാം. ഇത് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാത്തിനും ഡു നോട്ട്. ഏതൊക്കെ വരും? വി സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് ആണ്, യു സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് ആണ്. ഓക്കെ നന്മിത. ദേ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് ആണ്. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഡു നോട്ട്. ഓക്കെ. അപ്പൊ ആൻസി ഓക്കെ പറഞ്ഞോളൂ ആൻസി. ദേ ഗോ ടു ഡൽഹി എന്നുള്ളതിന്റെ നെഗറ്റീവ് ആണ് സർ. ഡു നോട്ട് അല്ലേ സർ വരൂ? അത് ചേർത്തോ? അത് എന്തെങ്കിലും പറയാം. They do not went to Delhi. ഡു നോട്ട് വരെ കറക്റ്റ് ആണ്. Go to Delhi. ഗോ ടു ഡൽഹി ആണ്. വെന്റ് എന്ന് പറയണ്ട. അതായത് അപ്പോ ആൻസി ഇവിടെ കാര്യം ചെയ്തു. അതായത് നേരത്തെ വെന്റ് വന്നപ്പോൾ പ്രസന്റ് ആയി. അപ്പൊ ഇവിടെ പ്രസന്റ് വന്നപ്പോ നേരെ പാസ്റ്റ് ആക്കണ്ട. ഡു നോട്ട് കഴിഞ്ഞാൽ പ്രസന്റ് പറയാൻ പാടുള്ളൂ. യെസ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് എന്നെ പ്രദേശം മതി. ദേ ഗോ ടു ഡൽഹി എന്നുള്ളത് നെഗറ്റീവ് ആക്കുമ്പോ ദേ ഡു നോട്ട് ഗോ ടു ഡൽഹി. യെസ്. വേറൊരു വാചകം ഞാൻ ഇവിടെ എഴുതാം. നടന്നതൊക്കെ ഉണ്ട് ചാൻസ്. ഷീ comes സർ here. ഷീ comes COMES. COMES comes here. HERE. Here daily. DAILY. ഒന്നുകൂടി പറയാം. She comes here daily. അവൾ ദിവസവും ഇവിടെ വരാറുണ്ട്. യെസ്. ഈ വാചകത്തിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് പറഞ്ഞാൽ മതി. സർ ആരാണ് പറയണ്ടേ? സർ ഞാനല്ല സർ. നർമ്മിത. ഷീ ഡസ് നോട്ട് കം ഡെയിലി. കമ്മണ കംസണ. ഷീ ഡസ് നോട്ട് തന്നിരിക്കുന്ന വാചകത്തിൽ കംസാണ്. COMES. അപ്പൊ ഷീ ഡസ് നോട്ട് കം ഡെയിലി. കമ്മാക്കണം. എസ് വേണ്ട. ഇല്ല വേണ്ട. ഷീ ഡസ് നോട്ട് കം ഡെയിലി. വെരി ഗുഡ്. ഞാൻ അങ്ങനെ ആക്കുമോ എന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ചാണ്. അല്ല സർ. യെസ്. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പോ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ? ഷീ ഡസ് നോട്ട് കംസ്
ഹിയർ ഡെയിലി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം മനസ്സിലാക്കാൻ മതി. കാരണം നമ്മൾ നേരത്തെ ഡു നോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ വാക്കിനെ ഉപയോഗിച്ചു. ഇവിടെ ടെസ്റ്റ് നോട്ട് ചേർക്കുമ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കണ കംസ് തന്നെ വരും എന്ന് നമ്മൾ വിചാരിക്കും. അവിടെ കംസ് വരാൻ കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണെങ്കിൽ ഒരു എസ് കൂടി ചേർക്കും. എസ്ഒ ഇഎസ്ഒ വരും. അതുകൊണ്ടാണ് അവിടെ കംസ് വരാൻ കാരണം. ഷീ കംസ് ഹിയർ ഡെയിലി. ആ ഷീ എന്നുള്ളതിന് പകരം അവിടെ ദേ എന്നാ വിചാരിക്കും. അപ്പൊ ദേ കം ഹിയർ ഡെയിലി എന്ന് പറഞ്ഞാൽ മതി. കാരണം ദേ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, അപ്പൊ എസ് വേണ്ട. എസ് ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് വെർബിന്റെ കൂടെ അവിടെ നമ്മൾ എസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ അത് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഷീ കംസ് ഹിയർ ഡെയിലി എന്നുള്ളതിന് ഷീ ഡസ് നോട്ട്, ഡസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റിന് എസ് ഉണ്ടല്ലോ. അപ്പൊ വെർബിന്റെ കൂടെയുള്ള കംസിന്റെ എസ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അവിടെ എന്ത് പറഞ്ഞാൽ മതി? കം എന്ന് പറഞ്ഞാൽ മതി. ഷീ ഡസ് നോട്ട് കം ഹിയർ ഡെയിലി. അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞു ഞാൻ ക്രോഡീകരിക്കുകയാണ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കുകയും മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ ഡിഡ് നോട്ട് എന്നും മെയിൻ വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഡസ് നോട്ട് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വെർബിന്റെ കൂടെയുള്ള എസ് ഒഴിവാക്കുകയും വേണം. കിട്ടിയല്ല? ഡസ് നോട്ട് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വെർബിന്റെ കൂടെയുള്ള എസ് ഒഴിവാക്കുകയും വേണം. യെസ്. സർ, ആദ്യത്തെ വാക്കില് ദേ വെന്റ് ടു ഡൽഹി എന്ന് എഴുതി. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആക്കിയപ്പോ ദേ ഡു നോട്ട് ഗോ ടു ഡൽഹി എങ്ങനെ വരുന്നത് സർ? ഡിഡ് നോട്ട് അല്ലേ വരുന്നത്? ആദ്യത്തേന് ദേ ഡിഡ് നോട്ട് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ തെറ്റായിരുന്നു. രണ്ടാമത് ദേ ഗോ ടു ഡൽഹിയില്, അതിനാണ് ഡു നോട്ട് കേട്ടോ. ഓക്കെ 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 ഓക്കെ. വിദ്യ he drinks 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 tea every day. She അല്ലെ he ആണ്. He drinks DRINKS tea ചായ every day. പറഞ്ഞോളൂ, നെഗറ്റീവ് ആയിട്ട് വിദ്യക്കാണ്. He does not drink tea every day. Very good. He does not drink tea every day. അപ്പൊ does not വന്നപ്പോൾ വിദ്യ എന്ത് ചെയ്തു? ഡ്രിങ്ക്സ് എന്നുള്ള എസ് ആണ് കളഞ്ഞു. ചിലപ്പോ അവിടെ എസ് ആയിരിക്കും, അല്ലെങ്കിൽ എസ് ആയിരിക്കും, അവിടെ കളഞ്ഞേക്കാം. യെസ്. അപ്പൊ അവിടെ എന്ത് വരും? ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. സിമ്പിൾ ആയില്ലേ? വെരി വെരി സിമ്പിൾ. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ടെൻസ് ഒന്ന് നോക്കിയേക്കണം. പ്രസന്റ് ആണ് പാസ്റ്റ് ആണെന്ന് നോക്കണം. പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് നോട്ട് എന്ന് ചേർത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രസന്റ് ആണെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഡസ് നോട്ട് അവർക്ക് വെർബിന്റെ കൂടെയുള്ള എസ് കൂടെ ഒന്ന് ഒഴിവാക്കും. ഓക്കെ, നമുക്ക് ഒന്നും ചെയ്യാം. എനിക്കും read newspaper. I love my country. I love my country. Boys play cricket in the evening. Boys play cricket in the evening. She cooks, COOKS, cooks tasty food. She cooks tasty
food. We make mistakes. We make mistakes. Yes, very good. Do not ചേർക്കേണ്ട സ്ഥലത്ത് do not, does not ചേർക്കേണ്ട സ്ഥലത്ത് does not. Yes. Okay, and see, very good. Okay, Dharmida. Okay, Pravina. Very good. Okay, Vidya. Yes. About Arsu, I go with you. Yes. Pravina Vaishnav. They read newspaper. They do not read newspaper. Very good, very good, very good. Okay, okay. Haidar. Jinsi. I love my country. I do not love my country. Correct. Very good, very good. Narmida. Sir. Boys play cricket in the evening. Boys does not play cricket in the evening. Oh, കയ്യിൽ പോയല്ല നർമ്മിത ഒന്നുകൂടി നോക്കി. ബോയ് ആയിരുന്ന ബോയ്സ് ആയിരുന്ന. എന്ത് സർ? ബോയ് ആയിരുന്ന ബോയ്സ് ആയിരുന്ന. ബോയ്സ് അല്ലേ സർ പറഞ്ഞേ? ബോയ്സ് ആണ്. ബോയ്സ് ആകുമ്പോ സിംഗുലർ ആണോ പ്ലൂറൽ ആണ്? ഓക്കെ സർ. ബോയ്സ് 2 മാർക്ക് കൂട്ടാം തെറ്റി പോകുമ്പോ. ഓക്കെ സർ, ഞാൻ പറയാം. Excuse me, sir. Relax. അത് relax. Okay, okay. Sir, boys play cricket in the evening. Boys do not play cricket in the evening. Very good. Correct. Boys do not play. നേരെ മറിച്ച് ബോയ്സ് എന്ന് പറയുന്ന പകരമാണ് ബോയ് എന്നായിരുന്നെങ്കിൽ അപ്പൊ ഡെസ്റ്റിനുണ്ട് സിംഗുലർ. അപ്പൊ സിംഗുലറും തമ്മിൽ മാറിപ്പോയതാണ് പ്രശ്നം ഉണ്ടായത്. ഓക്കെ Sir, excuse എന്തു sir? Okay, okay. She cooks tasty food. She do not cook tasty food. She does not cook tasty food. She does not cook tasty food. Very good, very good. She does not cook tasty food. Tasty food. Correct. Okay. Excuse me, sir. Sir, 11 o'clock എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ ലെഫ്റ്റ് ചെയ്യട്ടെ? Okay. With the pleasure. Good to go. Thank you, sir. Okay. And see, we make mistakes. We do not make mistakes. Yes, we do not make mistakes. അപ്പൊ ഞാന് ഒരു 5 കൂടി പറയാം. ആ 5 എല്ലാരും കൂടി മിക്സ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഉള്ളതുണ്ടാവും, പാസ്റ്റ് ഉണ്ടാവും, പ്രസന്റ് ഉണ്ടാവും, എല്ലാരും കൂടി മിക്സ് ആയിട്ട് ഒരു 5 പറയാം. ഓക്കെ, എല്ലാരും കൂടി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഡു നോട്ട് ആയിരിക്കും, വെറുതെ നോട്ട് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ എല്ലാരും കൂടി മിക്സ് ചെയ്ത പാടും. എഴുതിക്കും. She does
exercise. EXERCISE. അടുത്തത് we are waiting for you. അടുത്തത് I bought 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 a new new scooter. അടുത്തത് they teach English poem. POEM poem. അടുത്തത് he drives Sir, DRIVES. C ആണോ V ആണോ? Last he അതെ. he drives the car. CAR. എല്ലാവരും ഒന്നുകൂടി വായിക്കാം. ആദ്യത്തെ she does exercise. രണ്ടാമത്തെ we are waiting for you. മൂന്നാമത്തെ I bought a new scooter. നാലാമത്തെ they teach English poem. അഞ്ചാമത്തെ he drives the car. DRIVES. Okay. എല്ലാവരും കൂടി മിക്സ് ആണ്. വെരി ഗുഡ്. Okay, Narmida, very good. Okay, Jinsi, very good. Hi, Rasina. ഒരാളെ കഴിച്ച് നമുക്ക് നോക്കട്ടോ.
Okay, so okay, Jinxie, വായിച്ചോളൂ. She does exercise. She does not exercise. സംശയമുണ്ട് സർ, തെറ്റിയോ? അപ്പൊ ഡസ് എന്നുള്ളൊരു പകരം വേറൊരു വാക്ക് ചേർത്തില്ലല്ലോ. എക്സസൈസ് എന്ന് പറയുന്ന വാക്കിന് നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കാം. നൗണായിട്ട് ഉപയോഗിക്കുമ്പോ എക്സസൈസ് എന്ന് മാത്രം, വെർബായിട്ട് ഉപയോഗിക്കുമ്പോ എക്സസൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ എക്സസൈസ് എന്ന വാക്ക് നൗണായിട്ടാണ് ഉപയോഗിക്കുക, കാരണം വെർബ് നമ്മളിവിടെ കൊടുത്തു ഡസ്. അപ്പോ അങ്ങനെ വരും. ആലോചിക്ക്. Do not. അല്ല, ജിൻസി ആലോചിക്കല്ല, മറ്റെല്ലാം മറക്കും. ഷീ വരുമ്പോ ഡസ് നോട്ട് അല്ലേ വരുള്ളൂ. അതെ സാർ, അത് ഷീ ഡസ് നോട്ട് എക്സസൈസ്. ഇനി നമുക്ക് വേണ്ടത് ഷീ വരുമ്പോ ഡസ് നോട്ട് വരുമ്പോ വെറുപ്പിന്റെ കൂടെയുള്ള എസ് ആണ് ഒഴിവാക്കണം. ഇവിടുത്തെ വെറുപ്പ് ഡസ് അല്ലേ? അതെ സാർ. ആദ്യത്തെ എസ് അങ്ങോട്ട് കളർ. അപ്പൊ എന്ത് വരും? ഷീ ഡു നോട്ട്. ഡസ് നോട്ടിലല്ല, ഈ തന്നിരിക്കുന്ന ഈ വാചകമില്ലാണ് ഷീ ഡസ് എക്സസൈസ്, അതിന്റെ അകത്ത് എസ് കളർ. She does. സബ് ഡസിലെ എക്സസൈസ് നമ്മൾ കളഞ്ഞ പിന്നെ അതെന്താ വരുന്നത്? അതാ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല സാർ, ഷീ ഡു നോട്ട് ആണോ എന്ന് ചോദിച്ചായിരുന്നു. അവിടെ പറഞ്ഞത് സാർ ഡസ് എന്ന് പറഞ്ഞ വാക്കില്ലേ, ഡസ് എന്ന് പറയുന്ന വേർഡ് ഇപ്പൊ നമ്മൾ, അതായത് ഇവിടെ പറഞ്ഞു ഷീ ഡസ് എക്സസൈസിന് ഡസ് വേർഡില്ലേ, ആ ഡസ് എന്ന് പറഞ്ഞ വേർഡില് നമ്മൾ ഡസ് കളയുന്നു. ഡു ആക്കി അവിടെ വെക്കുന്നു. എന്നിട്ട് അതിന്റെ മുന്നിൽ ഡസ് നോട്ട് ചേർക്കുന്നു. അപ്പൊ അങ്ങനെ വരും ഷീ ഡു ഡസ് നോട്ട് എക്സസൈസ്. സാർ തന്നെ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു. She doesn't exercise. Sir, she doesn't do exercise. No. She doesn't do exercise. Does not do exercise. Okay. ഡസ് നോട്ട് ഡു ആക്കി ഇതിന്റെ അകത്ത്, മറ്റേ ഡസ് നോട്ട് കറക്റ്റ് ആയിട്ട് വന്നു. സാർ, അപ്പൊ ഡെസിനെ നമ്മള് ഡെസ് നോട്ട് ആയിട്ട് ഉപയോഗിക്കണം, പിന്നെ വെർബ് ആയിട്ടുള്ള ഡു ആയിട്ടും നമ്മൾ അതിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് സർ. അതായത് ഈ തന്നിരിക്കുന്ന വാചകത്തില് ഷീ ഡസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഡസ് വെർബാണ്. അപ്പൊ ആ വെർബിന്റെ എസ് നമ്മൾ കളഞ്ഞു, ഫ്രണ്ടില് ഡസ് നോട്ട് ചേർത്ത്. ഷീ ഡസ് നോട്ട് ഡു എക്സസൈസ്. ഓക്കെ, താങ്ക് യു സാർ. Okay. Very good. Then, Narmida, പറഞ്ഞോളൂ. We are waiting for you. We are not waiting for you. Yes, we are not waiting. Very good. And see, അടുത്തത്, I bought a new scooter. അയ്യോ സർ, തെറ്റാണെന്ന് തോന്നുന്നു. I do not bought a new scooter. അല്ലേ? Sir, I did not buy അല്ലേ സർ? bought buy ആവില്ലേ? സാറ് അല്ല, മറ്റേ നമ്രത എന്തോ പറഞ്ഞേ സാറ്? ഡു നോട്ട് അല്ലേ വരുന്നേ? അതല്ല സർ, അത് ആൻസി ഈ ബോട്ട് എന്ന് പറഞ്ഞ വാചകം, I bought a new സാരി എന്ന് പറയല്ലേ, ആ ബോട്ട് പാസ്റ്റ് ടെൻസ് ആണ്. അവിടെയാണ് ആൻസിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. അത് പ്രസന്റ് എന്ന് വിചാരിച്ചു പോയി. BUY ബൈ വാങ്ങുക, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡിഡ് നോട്ട് വരുള്ളൂ. ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയും വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് I did not buy a new scooter. Okay.
വിദ്യ അടുത്ത് വായിക്കും. They teach English poem. They do not teach English poem. Yes, they do not teach English poem. Kharida? He drives a car. He does not drive a car. Does not എന്താ പറഞ്ഞേക്കണേ? Drives a car. Drives എന്നല്ലേ പറഞ്ഞേക്കണേ? DRIVES. DRIVE. 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 Okay. Drives അല്ല drive. Okay, correct. He does not drive the car. Very good. Okay. അപ്പോ നമ്മളുടെ ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഏത് ചാപ്റ്റർ? ആ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ കൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്കൊരു 2 ചാപ്റ്റർ കൂടെ ഉള്ളൂ. യെസ്. അപ്പോ ഇനി അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചാപ്റ്റർ ടെൻസ് എന്ന് പറയുന്ന ഒരു സംഗതി. ടെൻസ്. അപ്പോ അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ടെൻസ് നമ്മള് ഇംഗ്ലീഷില് നമ്മളിപ്പോ സാധാരണ ഗതിയിൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്സ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ V1, V2, V3 അങ്ങനെ പറയില്ലേ. ഇത് വെച്ചിട്ട് ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. 12 ടെൻസിന്റെ ഫോം. അപ്പോ ആര് ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാലും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും സംസാരിക്കുക. നമ്മൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലെ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ആ 12 ടെൻസ് ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ ടെൻസും ഈ ടെൻസിന്റെ ഓരോ വാക്കുകൾ വരുമ്പോൾ അർത്ഥവും അത് കറക്റ്റായിട്ട് നമ്മളങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി കിട്ടും. സംസാരിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പം. ഇപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ഈ ടെൻസിനെ കുറിച്ച് പഠിക്കാറുള്ളതാണ്. അപ്പൊ അതിന്റെ പേരുകൾ ഞാനൊന്ന് പറയാം. ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് 3. അടുത്ത 3 പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ദെൻ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അത് കഴിഞ്ഞിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കേട്ടോ, ഈ 12 ടെൻസുകൾ. ആ ടെൻസ് ഒരു സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത് ഇന്ന ടെൻസിലാണ്. ആ ടെൻസിൽ വരുന്ന വാചകത്തിന്റെ അർത്ഥം ഇന്ന പോലെ ആയിരിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരസ്യമോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഓരോ ടെൻസിന്റെയും അർത്ഥവും നമ്മൾ അറിഞ്ഞിരിക്കും. യെസ്, എക്സാമ്പിൾ പറയാം. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക. സിമ്പിൾ പ്രസന്റിൽ അതിന്റെ അർത്ഥം ഞാൻ എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഞാൻ ആ 2 വാക്കെടുത്തു തോന്നും. ഞാൻ പിന്നെ ടേക്ക്. നിങ്ങൾക്ക് ആ വീട് മാറ്റാം. ഞാനുള്ളൊരു പകരം അവളെന്നാക്കാം. ടേക്ക് എന്ന് പറഞ്ഞ വീടിന് പകരം വേറെ വാക്കൊക്കെ പോവുക എന്നാക്കാം. ഈ 12 ടെൻസുകളിലാണ് ഇത് വരുന്നത്. യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഈ 12 ടെൻസിന്റെയും പോസിറ്റീവായ വാചകമാണ്. ഞാൻ ഇതിന്റെ നെഗറ്റീവ് വാചകം പറയും. നെഗറ്റീവ് സംഭവം ഇത് തന്നെ. ഞാനും ഐ എന്ന് പറഞ്ഞ വേർഡ് എടുക്കുക, ടേക്ക് എന്ന് പറഞ്ഞ വേർഡ് എടുക്കുക. അയ്യാൻ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ എടുക്കാറില്ല എന്നർത്ഥം. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്നത്. സിമ്പിൾ ഫ്യൂച്ചറിൽ ഞാൻ എടുക്കില്ല എന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നില്ല എന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ എടുക്കുകയായിരുന്നില്ല എന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ എടുക്കുകയായിരിക്കില്ല
എന്ന് വരും. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടില്ല എന്ന് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വരും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവുകയാകുന്നില്ല എന്ന് വരും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവുകയായിരുന്നില്ല എന്നർത്ഥം. യെസ്, ഓരോ സിറ്റുവേഷൻ ആണ്. യെസ്, അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണം. ആ ടെൻസിനെ പറ്റിയ ആ സിറ്റുവേഷന് പറ്റിയ ടെൻസ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പൊ 12 ടെൻസിന്റെ ഫോം ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഈ 12 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഈ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അതിൻ്റെ ഒരു ആമുഖമായിട്ടുള്ള കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് വളരെ സാവകാശം പോവുള്ളൂ ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം അത് സമയം പിടിക്കും. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. ഓക്കെ. യെസ്, ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് കുറച്ച് സമയമല്ലുള്ളൂ, 10 മിനിറ്റ് ഉള്ളൂ. യെസ്, അപ്പൊ അത് ടൈപ്പ് ചെയ്താൽ മതി ഉത്തരം കേട്ടോ. യെസ്, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ AEIO ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വയ്ക്കും. ഓക്കെ, പിടിയില്ല. ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ AEIOU വവ്വൽ സൗണ്ടിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരമായിരിക്കണം ആദ്യത്തിൽ. ഓക്കെ, ഓറഞ്ച് ഇത് വരാം. അപ്പൊ O അല്ലേ AEIOU. വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുന്ന. യെസ്, ആദ്യം ഒരു GK എന്ന് തന്നെ തുടങ്ങാം. ദ പ്ലാനറ്റ് in the solar system. A planet in the solar system. Namida, Narmida, Harida, Vidya. Narmida, Harida, Vidya. Idea of detail? Yes, very good. ആദ്യം വീനസ് ആവാം, യുറാനസ് ആവാം, എർത്ത് ആവാം, തുടങ്ങിയതാവാം. യെസ്, അടുത്തത് ദ ഫ്രൂട്ട് which is known by its color. Which is known by its color. Vidya, Harida, Vidya, Narmida, Arsu. വിദ്യ, നിർമ്മിത, കളർ വെച്ചറിയപ്പെടുന്നത്. യെസ്, കറക്റ്റ് ആണ്.
orange is. അടുത്തത് opposite of out, out, out. വിദ്യ ഹരിത, വിദ്യക്ക് ഹരിതയ്ക്ക് മൂലമായിട്ടുണ്ടായിരുന്ന വിദ്യ ആർസു. ആർസു. Yes, okay. The answer is correct. The answer is in. In is a correct answer. അടുത്തത് ഒരു പഴയ ഒരു പ്രോവർബാണ്, അതിൽ എടുത്തിട്ടുള്ളേ. Something that keeps the doctor away. Something that keeps Narmida വിദ്യ ഒരാൾ കൂടി വരാണ്ട. നർമ്മിത വിദ്യ ആസു. നർമ്മിത വിദ്യ ആസു. ആപ്പിളാണ്. ഒരു പഴഞ്ചൊല്ലില്ലേ, an apple a day keeps the doctor away. ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണേണ്ടി വരികയില്ല. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. യെസ്, അപ്പൊ അതിൽ നിന്നാണ് ഈ സംഗതി വന്നത്. അടുത്തത് സിമ്പിൾ ആണ്. ദി ലാർജസ്റ്റ് ലാൻഡ് അനിമൽ. ലാർജസ്റ്റ് ലാൻഡ് അനിമൽ. ആർസു ഹരിത വിദ്യ. ആർസു ഹരിത വിദ്യ കറക്റ്റ് ആണ്. The answer is elephant. The answer is elephant. Yes. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഇ അല്ല, വവൽസ് ഇ വന്നു. അടുത്ത ചോദ്യം ഇതാണ്. Another word for being sick. SICK. Another word for being sick. നർമ്മിത ഹരിത ആർസു. നർമ്മിത ഹരിത ആർസു. യെസ്, കറക്റ്റ് ആണ്. വിദ്യ ഒരു ഇഞ്ചിന് പോയി, നാലാം സ്ഥാനത്തോട് വന്നു. കുഴപ്പമില്ല. ഇല്ല, ഇൽ ഐ ഡബിൾ എൽ. സിക്ക് എന്ന് പറയുന്ന വേർഡിന്റെ വേറൊരു വേർഡ്. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് external. Opposite of external. നർമ്മിത ഹരിത വിദ്യ. നർമ്മിത ഹരിത വിദ്യ. യെസ്, ഓക്കെ. ആർസു വിദ്യ വരെ. ഓക്കെ. The answer is internal. Internal, opposite. Okay. അടുത്തത് and oval shaped object, OBJECT. വിദ്യ ഹരിത ആർസു. വിദ്യ ഹരിത ആർസു. ഞാൻ ആ ചോദ്യം പോലും അവർക്ക് സമ്മതിച്ചില്ല. കാരണം അവർക്ക് ഓവൽ ഷേപ്ഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കോഴിമുട്ടയിരിക്കും. അപ്പൊ കറക്റ്റ് കിട്ടി. എഗ്. ഞാൻ ചോദ്യം വെറുതെ ഒന്ന് പറഞ്ഞേക്കാം. And oval-shaped object obtained from a bird, that is egg. Yes, a small house, a small house made of ice. A small house, that is the ആർസു നർമ്മിത. ഹരിത ആർസു ആൻഡ് നർമ്മിത കറക്റ്റ് ആൻസർ ആണ്. ഇഗ്ലൂ ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓപ്പോസിറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നർമ്മിത വിദ്യ ആർസു. നർമ്മിത
Vidya, Arsu. Correct ആണ്. Okay, Harida? Yes. Answer. Yes. Correct answer. Correct. A liquid, LIQUID, liquid used for writing. നർമ്മിത വിദ്യ. നർമ്മിതയ്ക്ക് വിദ്യക്ക് മുകളിൽ ആരായിരുന്നു? നർമ്മിത വിദ്യക്ക് മുകളിൽ ഹരിത. ഹരിത. Yes, 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 yes. അപ്പോ ഇങ്ക്, ദാറ്റ്സ് കറക്റ്റ് ആൻസർ, ഇങ്ക്. അടുത്തത് സംതിങ് യൂസ്ഫുൾ ഇൻ റെയിൻ. സംതിങ് യൂസ്ഫുൾ ഇൻ റെയിൻ. വിദ്യ, ഹരിത, അർസു. വിദ്യ, ഹരിത, അർസു. നിങ്ങൾ 4 പേരും ഉള്ളട്ടോ. യെസ്. ഓക്കെ, ഓക്കെ നിർമ്മിത കറക്റ്റ്. A bird that hunts, HUNTS, at night. A bird that hunts at night. Narmida, Harida, Narmida, Harida, Asu. Narmida, Harida, സർ ഈഗിൾ ആണോ? Eagle, OWL. A bird known for, KNOWN, known for its high flight, FLIGHT. A bird known, Narmida, Vidya. Narmida Vidya ഇടയിലൊരാളുണ്ടായില്ല. ഹരിത. ഹരിത. Harida. Yes. Another question. Opposite of down, DOWN, down. Down, Vidya, Arsu, Narmida. Vidya, Arsu, Narmida. The answer is up. Up an answer. Yes. Really? Yes. ഇങ്ങനത്തെ വേറെ മോഡലാണ്. അപ്പൊ കുഴപ്പമില്ല. 4 പേര് കാര്യമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂട്ടി നോക്കട്ടെ കേട്ടോ, 1 മിനിറ്റ്. Yes, move. അപ്പൊ ഞാൻ പറയാം, വിദ്യക്ക് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ് കിട്ടുകയും 1ാം സ്ഥാനം ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേസ്. ഞാൻ സാധാരണ 3 പഠിക്കുന്നത് തുടങ്ങാറ്. ഇത് 4 പേരുള്ളതിന്റെ പേരിൽ കറക്റ്റ് 1ാം സ്ഥാനം ആദ്യം പറഞ്ഞു. 1ാം സ്ഥാനം കിട്ടിയത്. അപ്പൊ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ മാറിപ്പോയത് 1 പോയിന്റിനാണ്, അല്ലെങ്കിൽ ഈക്വലായി. നർമ്മിതയ്ക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹരിതയ്ക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആർസുവിനും 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ 11 പോയിന്റ് കിട്ടിയ നർമ്മിതയും ഹരിതയും ആർസുവും 3 പേരും ഒരേ സമയം 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് മെഡൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബൈ.
Okay, sir. Thank you, Thank sir. you, sir. Okay, Thank you, sir. okay.